നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ 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 ഇൻഫോർമേറ്റീവായ വീഡിയോ. കാരണം +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് പല അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നും വരും. ഈ പറയുന്ന പോലെ അച്ഛനും അമ്മയ്ക്കും ഒരാഗ്രഹം, മക്കൾക്കൊരാഗ്രഹം, കൂട്ടുകാർക്ക് വേറൊരാഗ്രഹം, ബന്ധുക്കൾക്ക് വേറൊരാഗ്രഹം, നാട്ടുകാർക്ക് വേറൊരാഗ്രഹം. ഒരു കോഴ്സ് ചേരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം കുട്ടികൾ. ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ യുണീക്കാണ്. കാരണം നമുക്ക് കിട്ടുന്ന മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യാനുള്ള കഴിവുള്ള കുട്ടികളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഗൂഗിളും മെറ്റയും സോഷ്യൽ മീഡിയയും വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏത് കോളേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ വ്യക്തമായിട്ടുണ്ട്. ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിനകത്തും പുറത്തും നമുക്ക് പറ്റാവുന്ന ഏറ്റവും ടോപ്പ് കോളേജസ് ഒരു ക്യാമ്പസ് വിസിറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഒരുപക്ഷെ ഞാൻ ഓൺലൈനിൽ വരുമ്പോഴും ഓഫ്ലൈനിൽ വരുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ രക്ഷാകർത്താക്കളും കുട്ടികളും ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്, സാറേ ഏതാ ഏറ്റവും നല്ല കോളേജ്, ഇതിന് ഏറ്റവും നല്ല കോളേജ് ഏതാണ്, ബിടെക്കിന് ഏതാണ്, നേഴ്സിങ്ങിന് ഏതാണ്, എഐക്ക് ഏതാണ്. എന്നിട്ട് നമുക്ക് ലോകത്തിൽ മൊത്തം നടന്നു പറ്റത്തില്ല. നമുക്ക് പറ്റാവുന്ന, എനിക്ക് സമയം കിട്ടുമ്പോൾ പറ്റാവുന്ന കോളേജിൽ ആ കോളേജിൻ്റെ ഏറ്റവും ഫാക്കൽറ്റീസ്, ഒന്നുകിൽ പ്രിൻസിപ്പളിനെയൊക്കെ കണ്ടതിൻ്റെ വളരെ അതിൻ്റെ ഫെസിലിറ്റീസും ഒക്കെ വെച്ചുകൊണ്ട് വളരെ കാര്യമായ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ്, അത് പ്രത്യേകിച്ചും നേഴ്സിങ്ങിനും ബിടെക്കിനും ഒക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പം പോകുന്നതാണ്. അന്നേരം അത് കേരളത്തിനകത്തും പുറത്തുമുള്ള വീഡിയോസിൻ്റെ ഒരു എപ്പിസോഡുകൾ ഇനി നിങ്ങൾക്ക് കാണാം. ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഒരുപാട് പ്രയോജനം ചെയ്യും. പിന്നെ സമയനിമിത്തം എനിക്കുമുണ്ട്, പരിമിതികളുണ്ട്. കാരണം ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ഉള്ള അതിനിടയിലുള്ള ഒരു സമയത്തായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അന്നേരം മാക്സിമം ഏറ്റവും ടോപ്പ് കോളേജസിലെ കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളും ആ കോളേജിൽ നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടു, അവിടെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും ആ കോളേജിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ അന്വേഷിക്കണം. ഈ പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഉറപ്പ്, ഫെസിലിറ്റീസും അംഗീകാരങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയുമെങ്കിൽ കൂടി നിങ്ങളതെല്ലാം അന്വേഷിച്ചതിന് ശേഷം വേണം ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ. അന്നേരം അങ്ങനെ നമുക്കറിയാൻ വയ്യാത്ത ചിലപ്പം ഗംഭീര കോളേജുകൾ എപ്പോഴും ഇന്ത്യക്കകത്തുണ്ട്, പുറത്തു പോകേണ്ട ആവശ്യകത പോലും ഇല്ല. അന്നേരം അങ്ങനെയുള്ള ഒരു ക്യാമ്പസ് വിസിറ്റാണ് ഇനിയുള്ള എപ്പിസോഡുകൾ. അതിനോടൊപ്പം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലാതെ വീഡിയോസും വരും. അന്നേരം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു എപ്പിസോഡാവും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇനിയുള്ള കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കൊക്കെ, കാരണം ഓരോ കോളേജിനും ഓരോ വർഷവും അതിൻ്റെ കോഴ്സുകളുടെയും കൂടുന്നതും കുറയുന്നതും അംഗീകാരങ്ങൾ വരുന്നതും പോകുന്നതും ഒന്നും നമുക്ക് ചിലപ്പം അറിയാൻ പറ്റത്തില്ല. കയറി അഡ്മിഷൻ എടുത്തതിന് ശേഷമായിരിക്കും ഇതെല്ലാം അറിയുന്നത്. അതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ആ കോളേജിൽ, ഏത് കോളേജിലാണോ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ആ കോളേജിൽ കൃത്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അതായത് കോളേജസിനും വേണമെങ്കിൽ നമ്മളെ വിളിക്കാം. ഈ പറഞ്ഞ നല്ല കോളേജസ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും. നമുക്ക് ഉറപ്പുള്ള, കുട്ടികൾക്ക് ചേരാൻ പറ്റുന്ന കോളേജ് എന്ന് ഉറപ്പുള്ള കോളേജസ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അന്നേരം ഇനി അങ്ങോട്ട് നല്ല ക്യാമ്പസ് വിസിറ്റുകളും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും എല്ലാം ഇട്ടേക്കുക. നെവർ എവർ ഗിവ് അപ്പ്.